ഏണസ്റ്റ് ഹെമിംഗ്വേ എന്ന ചെറുകഥ എഴുതിയത് വി.കെ.എൻ. ശരാശരി എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് മലയാളം സ്വീകരിച്ചത്? പേർഷ്യൻ. നിയോജക പ്രകാരത്തിന് ഉദാഹരണമേത്? നീപ്പോ. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്ന മുഖക്കുറിപ്പ് ഉപയോഗിച്ച നോവൽ ആടുജീവിതം. ഭാഷയിലെ അർത്ഥപൂർണമായ ഏറ്റവും ചെറിയ യൂണിറ്റ് രൂപിമം. നാടകാനുഭവങ്ങൾ മുൻനിർത്തി കൈനിക്കര കുമാരപിള്ള രചിച്ച കൃതി നാടകീയം. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഓർമ്മയ്ക്കായി ബി. കല്യാണിയമ്മ രചിച്ച ഗ്രന്ഥം വ്യാഴവട്ട സ്മരണകൾ. ഒറ്റയാൻ്റെ പാപ്പാൻ എന്ന കഥാസമാഹാരം ആരുടേതാണ്? എൻ. പ്രഭാകരൻ. സാഹിത്യപ്രവർത്തക സഹകരണ സംഘം ഏത് വർഷമാണ് സ്ഥാപിക്കപ്പെട്ടത്? 1945. വാസനാവികൃതി എന്ന ചെറുകഥ പ്രസിദ്ധീകൃതമായത് വിദ്യാവിനോദിനിയിലൂടെ. തിരുവനന്തപുരം ദൂരദർശനിൽ നിന്ന് മലയാളം പരിപാടികൾ സംപ്രേഷണം ചെയ്യാൻ ആരംഭിച്ച വർഷം 1985 നവംബർ 1. ബാലാമണി അമ്മയുടെ ലോകാന്തരങ്ങളിൽ എന്ന കൃതി ആരുടെ നിര്യാണത്തെ ആസ്പദമാക്കി രചിച്ചതാണ്? നാലപ്പാട്ട് നാരായണ മേനോൻ. അമ്മയാൽ എന്നതിലെ ആൽ എന്ന പ്രത്യയം ഏത് വിഭക്തിയെ സൂചിപ്പിക്കുന്നു? പ്രയോജിക. തന്നിരിക്കുന്ന വരികളിലെ അലങ്കാരം നിർണയിക്കുക. ദാനശീലത്തിന് സൗമ്യത്വം, തങ്കത്തിന് സുഗന്ധമാം. നിദർശന. ആനയുടെ ഒരു പര്യായ പദമാണ് വാരണം. ശരിയായ പദമേത്? ഐകമത്യം. ധനത്തിൽ എന്ന പദം പിരിച്ചെഴുതിയാൽ ധനം പ്ലസ് ഇൽ. പൂഞ്ചോലക്കരയച്ചൻ എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? ശാരദ. ചോദ്യരൂപത്തിലുള്ള വാചകങ്ങളുടെ ഒടുവിൽ ചേർക്കുന്ന ചിഹ്നം കാകു. ക്രയാ വിശേഷണത്തിന് ഉദാഹരണം ഉറക്കെ കരഞ്ഞു. സമാസം നിർണയിക്കുക. പീതാംബരം. കർമ്മധാരയൻ. പരിവ്രാജകൻ എന്ന വാക്കിനർത്ഥം സന്യാസി. വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന മാറ്റം സന്ധി. യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ എന്നതിൻ്റെ ശരിയായ തർജ്ജമ ഡോക്ടറെ കാണുന്നതാണ് കൂടുതൽ അഭികാമ്യം. ഇംഗ്ലീഷിൽ കോമ എന്ന പേരുള്ള ചിഹ്നമാണ് അങ്കുശം. അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിൻ്റെ വിപരീത പദം തിരഞ്ഞെടുക്കുക. ഇന്ത്യയുടെ സ്വകീയ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കുന്നവർ യൂറോപ്യന്മാരായിരുന്നു. പരകീയം. ശരിയായ പദമേത്? പരിണതഫലം. താഴെ പറയുന്നവയിൽ കേവലക്രിയ ഏത്? ഭരിക്കുക. പ്രാചീന കവി പരമ്പരയിൽ പ്രഥമ കവി അഥവാ ആദ്യത്തെ ജനകീയ കവി ആരാണ്? ഉഷനസ്. വ്യാകരണപരമായി വേറിട്ട് നിൽക്കുന്ന പദമേത്? നടപ്പ്. ആദേശസന്ധിക്ക് ഉദാഹരണം നെന്മണി. ത്രിമധുരം എന്ന പദത്തിലെ സമാസമേത്? ദ്വിഗു സമാസം. ശരിയായ പദം എടുത്തെഴുതുക. യശശരീരൻ. അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? ഖസാക്കിൻ്റെ ഇതിഹാസം. ആദ്യത്തെ വയലാർ അവാർഡ് ലഭിച്ച കൃതി അഗ്നിസാക്ഷി. കോടിമുണ്ട്. ഇതിൽ അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥം കണ്ടെത്തുക. പുതിയ. ഉമ്മാച്ചുവിലെ കഥാപാത്രം മായൻ. ഹോം ട്രൂത്ത്. തുല്യമായ അർത്ഥം അപ്രിയ സത്യം. വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ ദിനം ജൂലൈ 5. മേയനാമത്തിന് ഉദാഹരണം വെള്ളം. തന്നിരിക്കുന്ന വാക്യത്തിൽ തെറ്റായ ഭാഗം ഏത്? ഓരോ കുട്ടികളും. താഴെ പറയുന്നവയിൽ ശരിയായ പദം ഏത്? യാദൃച്ഛികം. ലജ്ജ എന്ന അർത്ഥം വരുന്ന പദം രൂപ. രാവിലെ എന്ന പദം പിരിച്ചെഴുതുക. രാവിൽ പ്ലസ് എ. അമ്മയുടെ പര്യായ പദമല്ലാത്തത് ജനയിതാവ്. സൗമ്യം എന്ന പദത്തിൻ്റെ വിപരീത പദം തീക്ഷ്ണം. വാട്ട് എ ഡേർട്ടി സിറ്റി എന്ന വാക്യത്തിൻ്റെ ഏറ്റവും ഉചിതമായ മലയാള വാക്യം എന്തൊരു വൃത്തികെട്ട നഗരം. പെട്രോൾ വേഗത്തിൽ കത്തുന്നതാണ്. ഇതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം പെട്രോൾ ഈസ് ഹൈലി ഇൻഫ്ലേമബിൾ. അളവ് എന്നർത്ഥം വരുന്ന പദം പരിമാണം. കാലിൽ പിടിച്ചാൽ തോളിൽ കയറും എന്നർത്ഥം വരുന്ന കടങ്കഥ കുട. നിണം എന്ന അർത്ഥം വരുന്ന പദം രുധിരം. വാക്കാർത്ഥങ്ങൾ എന്ന പദത്തിലെ വിഗ്രഹിച്ചെഴുതിയാൽ വാക്കും അർത്ഥവും. അടിവരയിട്ട പദത്തിൻ്റെ വിപരീതം എഴുതുക. ജ്ഞാതിവധ
വിഷണ്ണനായിരുന്ന അർജുനൻ. പ്രസന്നൻ. ബാലി സുഗ്രീവനോട് ഏറ്റുമുട്ടി. ഓട് എന്ന പ്രത്യയം ഏത് വിഭക്തിയുടേതാണ്? സംയോജിക.